ഹലോ എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ മാസ്റ്ററി. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യണം, അത് കണക്ക് തന്നെ ലൈക്ക് ചെയ്യണം, അതിന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് പോളിനോമിയൽ ക്ലാസ് 9ൽ നമ്മൾ പോളിനോമിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമുക്കിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് എന്താണ് പോളിനോമിയൽ നോക്കാം. Polynomials are algebraic expression that consists of variables and coefficient. അല്ലെ, വേരിയബിൾസും കോയിഫിഷ്യന്റും അതെന്താണെന്ന് നമുക്ക് നോക്കാം. വേരിയബിൾസ് ആൻഡ് കോയിഫിഷ്യന്റ് നമുക്കൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ എടുക്കാം. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എടുക്കുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് 2x + y നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷനെ കുറിച്ചൊക്കെ അല്ലെ. അപ്പൊ 2x + y ഇതിൽ എന്താണ്, നമുക്ക് ഇതില് വേരിയബിൾ ഉണ്ട് അല്ലെ. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽഫബറ്റ് ഓർ ലെറ്റേഴ്സ് അല്ലെ. ആൽഫബറ്റ് ഓർ ലെറ്റേഴ്സ് ഇതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് ആൽഫബറ്റ് ഏതായിട്ടാണ് കിടക്കുന്നത്? എക്സ്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് പറയും? വേരിയബിൾ. ഇതൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെ എന്ത് പറയും? ഇതിനെ നമ്മൾ പറയും നമ്പർ പാർട്ട് എന്ന് പറയും. ഇതിനെന്താണ്? നമ്പർ പാർട്ട് എന്ന് പറയും. ഈ 2വിനെ നമ്മൾ നമ്പർ പാർട്ട് എന്ന് പറയും. പിന്നെ 5നെ എന്ത് പറയും? നമ്മള് കോൺസ്റ്റന്റ് ടേം എന്ന് പറയും. കോൺസ്റ്റന്റ് ടേം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്, 2 എന്ന് പറയുന്ന നമ്പർ പാർട്ടാണ്, 5 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇത്രയും ക്ലിയർ ആയല്ലോ? ഈ എക്സിനോട് കൂടി നിൽക്കുന്ന നമ്പർ പാർട്ടിനെ നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയും. കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ വിത്ത് വേരിയബിൾ. നമ്പർ വിത്ത് വേരിയബിൾ അല്ലേ. അപ്പൊ നമ്പർ വിത്ത് വേരിയബിൾ 2x. അപ്പൊ നമ്മൾ 2x എടുക്കുവാണെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് 2 എന്ന് പറയുന്നത്. അതില് നമ്മൾ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ എടുക്കുവാണെങ്കിൽ 2x² + 3x + 1 ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നമ്മൾ x², ഇതിനകത്ത് x²ന്റെ കോഎഫിഷ്യന്റ് ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്? 2. അതായത് നമുക്ക് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ തന്നു കഴിഞ്ഞാൽ അതിലെ നമ്പർ പാർട്ട് ഏതാണോ അതാണ് നമുക്ക് കോഎഫിഷ്യന്റ് ആയിട്ട് എടുക്കുന്നത്. എന്താണ് വേരിയബിൾ, എന്താണ് കോഎഫിഷ്യന്റ് എന്ന് മനസ്സിലായല്ലോ? നമുക്ക് ഇനി അടുത്തത് ടേം. ടേം എന്താണെന്ന് നമുക്ക് നോക്കാം. ടേം ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്പർ വരാം. ടേം എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ആവാം, ഒരു വേരിയബിൾ ആകാം, വേരിയബിളും നമ്പറും കൂടി ചേർന്നുള്ളതാവാം. ഇതെല്ലാം നമ്മൾ എന്താണെന്ന് പറയാം? ടേം എന്ന് നമുക്ക് പറയാം അല്ലെ. ഇത് വേരിയബിൾ മാത്രമാകാം, നമ്പർ ആകാം, വേരിയബിളും നമ്പറും കൂടെ ആവാം. ഇതെല്ലാം തന്നെ നമുക്ക് ടേം എന്ന് പറയാം. ഈ ടേം തന്നെ നമ്മൾ എങ്ങനെയാണ് 2 ടേം ഉണ്ടോ 3 ടേം ഉണ്ടോ തന്നിരിക്കുന്നതിൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം. 2x² + 3x. ഇതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇതില് നോക്കിക്കേ, 2x² 3x, ഇതിൽ 2 ടേം ഉണ്ട്. എങ്ങനെയാ നമുക്ക് മനസ്സിലായത്? ഇതിനകത്തെ പ്ലസ് സിമ്പൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇത് 2 ടേം ഉണ്ടെന്ന് മനസ്സിലായത്. നോക്കിക്കേ, 2x² + 3x + 1 പ്ലസ് ഇതിൽ എത്ര ടേം ഉണ്ട്? ഇതിൽ 3 ടേം ഉണ്ട്. എല്ലാത്തിനെയും നമ്മൾ പ്ലസ് സിമ്പൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അതൊക്കെ നമുക്ക് അടുത്തത് നോക്കിക്കേ. 3x² + 7x - 1 ഇതില് നമ്മൾ പ്ലസും മൈനസും സിമ്പൽ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിൽ എത്ര ടേം ഉണ്ട്? 1, 2, 3. എന്താണ് ടേം എന്ന് മനസ്സിലായല്ലോ അല്ലെ. നമുക്ക് അതായത് ടേം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പർ വരാം, അതിനൊക്കെ വേരിയബിൾ വരാം, അതിനൊക്കെ വേരിയബിളും നമ്പറും കൂടെ വരാം. ഇതെല്ലാം നമുക്ക് എന്താണ്? ടേം എന്ന് പറയാം. ഇനി നമുക്ക് ടേംസിനെ ക്ലാസിഫൈ ചെയ്യാം. ടേംസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? ഫസ്റ്റ് മോണോമിയൽ, സെക്കൻഡ് ബൈനോമിയൽ, തേർഡ് ട്രൈനോമിയൽ, ഇതായത് മോണോമിയൽ എന്ന് പറഞ്ഞാൽ 1 ടേം മാത്രമാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? മോണോമിയൽ എന്ന് പറയാം. എക്സാമ്പിൾ പറയാമല്ലോ. 1 ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് 4x or 3x or 4x and so on. ഇങ്ങനെ 1 ടേം ഉള്ള ഇതിനെ നമ്മളെ മോണോമിയൽ എന്ന് പറയുന്നു.
സെക്കൻഡ് ബൈനോമിയൽ. ബൈനോമിയൽ എന്താണ്? 2 ടേം കാണും. നമുക്കറിയാം 2 ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് ഓർ മൈനസ് സിമ്പിൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 4x പ്ലസ് 3y. ഇതെന്താണ്? 2 ടേം ഉണ്ട്. 1 2 2 ടേം ഉണ്ട് അല്ലെ? അതുകൊണ്ടൊക്കെ തന്നെ 5x പ്ലസ് 4y ഇതിലൊക്കെ എന്താണ്? 2 ടേം ആണ് അല്ലെ? മനസ്സിലായല്ലോ. ഇനി ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ 3 ടേം കാണും. 3 ടേം ആണെങ്കിൽ നമുക്ക് അതിനെ ട്രൈനോമിയൽ എന്ന് പറയും. അതെങ്ങനെ നമുക്ക് എഴുതാം? 4x പ്ലസ് 3y പ്ലസ് z. ഇപ്പൊ ഇതിന് എത്ര ടേമാ ഉള്ളത്? 3 ടേം ഉണ്ട് അല്ലെ? അതുകൊണ്ടൊക്കെ തന്നെ 2x പ്ലസ് 5y പ്ലസ് 1 ഇത് എത്ര ടേം ഉണ്ട്? 3 ടേം ഉണ്ട്. അപ്പം അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രൈനോമിയൽ എന്ന് പറയുന്നു. അപ്പൊ മോണോമിയൽ എന്താണ്? ബൈനോമിയൽ എന്താണ്? ട്രൈനോമിയൽ എന്താണ്? മനസ്സിലായല്ലോ. 1 ടേം മാത്രമുള്ള മോണോമിയൽ, 2 ടേം ഉള്ളത് ബൈനോമിയൽ, 3 ടേം ഉള്ളത് എന്താണ്? ട്രൈനോമിയൽ എന്ന് പറയും അല്ലെ? അപ്പൊ ഇതെന്താണ് ടേം എന്ന് മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നെക്സ്റ്റ് പഠിപ്പിക്കുന്നത് ഡിഗ്രി. ഡിഗ്രി എന്താണ്? നമുക്ക് ഹയസ്റ്റ് എക്സ്പോണൻഷ്യൽ പവർ ഓഫ് ദ വേരിയബിൾ. ഹയസ്റ്റ് എക്സ്പോണൻഷ്യൽ പവർ അല്ലെ? ഹയസ്റ്റ് എക്സ്പോണൻഷ്യൽ പവർ ഓഫ് ദ വേരിയബിൾസിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എക്സാമ്പിൾ നോക്കാം. 2x³ പ്ലസ് 8x⁻10 പ്ലസ് 1. ഇതിനകത്ത് എക്സ്പോണൻഷ്യൽ പവർ അതായത് ഡിഗ്രി ഹയസ്റ്റ് പവർ ഉള്ളത് ഏതിനാണെന്ന് നോക്കുക. s³ എടുത്തു കഴിഞ്ഞ് ഇതില് x⁻10 വേരിയബിൾസിന്റെ പവർ എന്താണ്? s³ x⁻10 വന്നിരിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും പവർ കൂടിയത് ഏതാണ്? x⁻10. അപ്പൊ ഡിഗ്രി എന്താണ്? 10 എന്ന് വരും. ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ ഹയസ്റ്റ് പവർ ഉള്ള വേരിയബിൾ ഏതാണോ അതാണ് അതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ നമുക്ക് ഈ ഡിഗ്രിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം ലീനിയർ പോളിനോമിയൽ. സെക്കൻഡ് വൺ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. തേർഡ് ക്യൂബിക് പോളിനോമിയൽ. പിന്നെ ഫോർത്ത് പഠിക്കുന്നത് നമ്മള് സീറോ പോളിനോമിയൽ. ഓക്കെ, ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ ആണ് നമുക്ക് ലീനിയർ പോളിനോമിയൽ എന്ന് പറയാം. ഡിഗ്രി 1 ആയിരിക്കണം. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 4x or 5y. ഇതൊക്കെ എന്താണ്? നമുക്ക് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയൽ. കാര്യം എന്ന് വെച്ചാൽ എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇതിന്റെ വൈയുടെ പവർ 1 ആണ്. അപ്പം ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്തെന്ന് പറയും? ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ക്വാഡ്രാറ്റിക് ആണെങ്കിലോ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയും. നമുക്ക് നോക്കാം. 4x² പ്ലസ് 2. ഇതിനെ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയൽ എന്താണ്? ഹയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഈസ് 2 ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം അല്ലെ? അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് 6y² പ്ലസ് 2 ഇതിന് നമുക്ക് എന്തെന്ന് പറയാം? അതിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അത് എന്താണെന്ന് പറയാൻ നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയാം. ഇനി ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്തെന്ന് പറയും? ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4x³ പ്ലസ് 3x² പ്ലസ് 1. നോക്കിക്കേ, നമുക്ക് ഇതിലെ ഏറ്റവും ക്യൂബിക് ഡിഗ്രി ഏതാണ്? 3 ആണ് അല്ലെ? 3 ആണ് നമുക്ക്. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? നമുക്ക് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയാം. അതിന്റെ ഡിഗ്രി 3 ആണ് ഹയസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി വരുന്നത്. ഇനി സീറോ പോളിനോമിയൽ. ഡിഗ്രി 0 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്തെന്ന് പറയും? നമുക്ക് സീറോ പോളിനോമിയൽ എന്ന് പറയും. എക്സാമ്പിൾ x⁻0 കണ്ടോ? അതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആയിട്ടാണ് വരുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്തെന്ന് പറയും? സീറോ പോളിനോമിയൽ എന്ന് പറയും. ഓക്കെ,
ക്ലിയർ ആയ? ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പവർ 1 ആയിട്ടുള്ള പോളിനോമിയൽ, അതായത് ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെ നമുക്ക് ലീനിയർ പോളിനോമിയൽ എന്ന് പറയും. ക്വാഡ്രാറ്റിക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി 2 ആയിട്ടുള്ള പോളിനോമിയലിനെ നമ്മൾ എന്താണ് ക്വാഡ്രാറ്റിക് എന്ന് പറയും. ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഡിഗ്രി 3 ആയിട്ടുള്ള പോളിനോമിയലിനെ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയും. സീറോ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 0 ആയിട്ടുള്ള പോളിനോമിയൽ നമ്മൾ സീറോ പോളിനോമിയൽ എന്ന് പറയും. എന്താണ് പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേരിയബിൾസിനെ കുറിച്ച് പറയാം. വേരിയബിൾസിനെ കുറിച്ച് നമുക്ക് പറയാം. വേരിയബിൾസ് പോളിനോമിയൽ വേരിയബിൾസിനെ കുറിച്ച് പറയുമ്പം പോളിനോമിയൽ ഇൻ വൺ വേരിയബിൾ നമുക്ക് എങ്ങനെ എഴുതാം? 4x² + 3x + 1. ഇതിൽ എത്ര വേരിയബിളേ ഉള്ളൂ? 1 വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പോളിനോമിയൽ 1 വേരിയബിൾ എന്ന് പറയാം. ഇനി പോളിനോമിയൽ 2 വേരിയബിൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? അത് എങ്ങനെ എഴുതാം? 4x² + 3xy + 1. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? 2 വേരിയബിൾ എന്ന് പറയാം. അതായത് എക്സ് കൊണ്ട് എക്സ് ഉണ്ട്. അപ്പൊ പോളിനോമിയലും 2 വേരിയബിൾ, പോളിനോമിയലും 3 വേരിയബിളിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 വേരിയബിളിനെ എങ്ങനെ എഴുതാം നമുക്ക്? 4x² + 3xy + 4zx. ഇതിന് നമുക്ക് എന്ത് എഴുതാം? ഇത് 3 വേരിയബിൾ ഉണ്ട്, എക്സ് വൈ ഇസഡ്. അപ്പൊ ഇതിനെന്താണ്? 3 വേരിയബിൾ ഉണ്ട്. അപ്പൊ വേരിയബിളിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് പോളിനോമിയലിൽ 1 വേരിയബിൾ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്, 3 വേരിയബിൾ ഉണ്ട്. പിന്നെ നമുക്ക് വേരിയബിൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ പോളിനോമിയൽ 1 വേരിയബിളും 2 വേരിയബിളും 3 വേരിയബിളും പഠിച്ചു, ഡിഗ്രി പഠിച്ചു, നമ്മൾ കോഎഫിഷ്യന്റ് പഠിച്ചു, വേരിയബിൾസ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് പഠിച്ചു, ടേമിനെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് പോളിനോമിയലിന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് വാല്യൂ ഓഫ് എ പോളിനോമിയൽ നമുക്ക് ഒരു പോളിനോമിയൽ എടുക്കുവാണ്. x² + 2x + 1 എന്ന ഒരു പോളിനോമിയൽ എടുക്കുവാണ്. അതിനെ നമുക്ക് വാല്യൂ എക്സിന്റെ വാല്യൂ നമുക്ക് 2 ആയിട്ട് കൊടുത്ത് നോക്കാം. ഇപ്പം എക്സ് ആയതുകൊണ്ട് നമുക്ക് എന്താ ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് p(x) = എന്തെന്ന് എഴുതാം? x² + 2x + 1 എന്ന് എഴുതാം അല്ലെ. ഇത് മനസ്സിലായല്ലോ. അപ്പം എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ മാത്രം ആയതുകൊണ്ടാണ് നമ്മളിവിടെ p(x) എന്ന് എഴുതുക. p(x) = x² + 2x + 1. പിന്നെ നമുക്ക് എക്സിന്റെ വാല്യൂ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എക്സ് കിടക്കുന്നിടത്തെല്ലാം നമ്മൾ 2 ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് എക്സ് കിടക്കുന്ന p(x) എന്ന് പറഞ്ഞാൽ എക്സിന്റെ ടേം 2 തന്നിട്ടുണ്ട് അല്ലെ. 2 x² എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് എഴുതാം? എക്സിന്റെ സ്ക്വയർ. അപ്പൊ 2ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സിന്റെ 2 ഇട്ട് കൊടുക്കണം. 2 + 1 അല്ലെ. ഇനി എന്ത് ചെയ്യണം? 2ന്റെ സ്ക്വയർ എന്താണ്? 4 പ്ലസ് 2 ഇൻറ്റു 2 എത്രയാണ്? 4 + 1 അല്ലെ. നമുക്ക് എത്ര കിട്ടി? 4 + 4 8, 8 + 1 9 അല്ലെ. അപ്പൊ p(2) എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 9 എന്നാണ് വാല്യൂ കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പം ഈ പോളിനോമിയലിൽ നമ്മൾ എക്സ് എന്ന വാല്യൂ 2 ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം നമുക്ക്. ഇനി നമുക്ക് അടുത്തത് 3x² + 3x² + 4x + 2. ഇതിനകത്ത് നമുക്ക് എക്സിന്റെ വാല്യൂ 3 എന്നിട്ട് കൊടുത്ത് നോക്കാം. എക്സിന്റെ x = 3 ആണെങ്കിൽ നമുക്ക് എന്ത് ആണ് ആൻസർ എന്ന് നോക്കാം. നമുക്ക് ഇത് എങ്ങനെ എഴുതാം? എക്സ് എന്ന വേരിയബിൾ മാത്രമായതുകൊണ്ട് p(x) എടുത്ത് എഴുതുക. p(x) = എന്തെന്ന് നമുക്ക് എഴുതാം? 3x² + 4x + 2 അല്ലെ. എക്സിന്റെ വാല്യൂ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 3 എന്ന് പറഞ്ഞാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം p(3) = 3 ഇൻറ്റു 3² എക്സിന്റെ സ്ഥാനത്ത് 3 എന്നുള്ള വാല്യൂ 3² +
4 into 3 plus 2 അല്ലേ? അപ്പൊ നമുക്ക് 3 into 3 square എന്താണ് 9. 9 into 3 27 plus 4 into 3 12 plus 2 എന്താണ് 27 plus 12 plus 2. 27 plus 12 എന്താണ്? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എന്താണ് 39 അല്ലേ? 39 plus 2 എന്താണ് 41. അപ്പൊ ആൻസർ കിട്ടുന്ന എന്താണ് 41 അല്ലെ? അപ്പൊ ഇതിന്റെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 41 കിട്ടി. ഇപ്പൊ മനസ്സിലായല്ലോ എന്ന്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞ സീറോ പോളിനോമിയൽ നോക്കാം. സീറോ പോളിനോമിയൽ നമുക്ക് ഒരു പോളിനോമിയൽ എടുക്കാം. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 3s³ പ്ലസ് 9 എന്നുള്ളൊരു ടേം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എക്സിന്റെ വാല്യൂ നമുക്ക് 3 എന്ന് കൊടുക്കാം. എക്സിന്റെ വാല്യൂ എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുന്നത് നോക്കാം. p of x is equal to എന്താണ് 3 into 3³ മൈനസ് 9 എത്ര കിട്ടും നോക്കാം. എന്താണ് 81 കിട്ടും അല്ലെ? 81 കിട്ടും. മൈനസ് 9. 81 ൽ നിന്ന് 9 പോയാൽ എത്രയാണ്? 81 ൽ നിന്ന് 9 പോയാ 72. അത് നമുക്ക് p of x അതായത് എക്സിന്റെ സ്ഥാനത്ത് 3 കിട്ടി. ഇവിടെ 3 കിട്ടില്ല. 3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ? 72. ഇതൊരു സീറോ പോളിനോമിയൽ ആണോ? അല്ല. നമുക്ക് സീറോ പോളിനോമിയലേ അല്ല. നമുക്ക് അടുത്തൊരെണ്ണം നോക്കാം. 3s² മൈനസ് 27. ഇത് നമുക്ക് സീറോ പോളിനോമിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. എക്സിന്റെ വാല്യൂ എന്ത് തന്നെയാണ്? നമ്മൾ 3 ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താണ് p of 3 is equal to 3 into 3² minus 27. ഇത് നോക്കിക്കേ. 3 into 3 9. 9 into 3 27 minus 27 is equal to എന്താണ് 0. അപ്പം എന്താണ് നമുക്ക് 3s² മൈനസ് 27ന്റെ വാല്യൂ എന്താണ് 0 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സീറോ പോളിനോമിയൽ എന്ന് പറയാം. അപ്പം നമുക്ക് ഒരു പോളിനോമിയൽ എടുത്ത് അതിനെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 0 ആകുമ്പോൾ മാത്രമേ അതൊരു സീറോ പോളിനോമിയൽ ആവുന്നുള്ളൂ. നേരെ മറിച്ച് ഇതൊരു സീറോ പോളിനോമിയൽ അല്ല. വാല്യൂ എന്തായിരിക്കണം? നമുക്ക് 0 ആയിരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സീറോ പോളിനോമിയൽ എന്ന് പറയുന്നത്. നമുക്ക് സീറോ പോളിനോമിയൽ കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് നമുക്ക് നോക്കാം ഒന്നും കൂടി. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ് വേരിയബിൾസ് അല്ലെ? വേരിയബിൾസ് പഠിച്ചു. സെക്കൻഡ് വൺ പഠിച്ചത് കോഎഫിഷ്യന്റ് പഠിച്ചു. തേർഡ് വൺ നമ്മൾ എന്താണ് ടേംസിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ടേംസിൽ നമുക്ക് എന്തൊക്കെ പഠിച്ചു? ടേംസിലെ മോണോമിയല്, ബൈനോമിയല്, പിന്നെന്താണ് ട്രൈനോമിയലിനെ കുറിച്ച് പഠിച്ചു അല്ലെ? ഇതൊക്കെ ക്ലിയർ ആയല്ലോ അല്ലെ? പിന്നെ ഫോർത്ത് വൺ നമ്മൾ പഠിച്ചത് എന്താണ് ഡിഗ്രി എന്ന് പഠിച്ചു അല്ലെ? ഡിഗ്രി എന്താണ്? ഹയസ്റ്റ് പവറോ എക്സ്പോണൻഷ്യൽ പവർ ഓഫ് ദ വേരിയബിൾ ആണ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ. ഡിഗ്രിയിൽ തന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലീനിയർ പോളിനോമിയൽ എന്താന്ന് പഠിച്ചു, ലീനിയർ പഠിച്ചു. പിന്നെന്ത് പഠിച്ചു? ക്വാഡ്രാറ്റിക് പഠിച്ചു അല്ലെ? ക്വാഡ്രാറ്റിക് എന്താന്ന് പഠിച്ചു നമ്മൾ. പിന്നെന്താണ് ക്യൂബിക് പോളിനോമിയലിനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ സീറോ പോളിനോമിയൽ എന്താണെന്നും പഠിച്ചു. ഇത്ര നമ്മൾ പഠിച്ചു ഡിഗ്രിയെ കുറിച്ച്. പിന്നെ അടുത്ത എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? വാല്യൂ ഓഫ് എ പോളിനോമിയൽ അല്ലെ? പോളിനോമിയലിന്റെ വാല്യൂ എന്താണെന്ന് പഠിച്ചു അല്ലെ? പിന്നെ പഠിച്ചത് നമ്മൾ എന്താണ് പോളിനോമിയലിന്റെ 1 വേരിയബിൾ, 2 വേരിയബിൾ, 3 വേരിയബിൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന്റെ ഇതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം വേരിയബിൾസ് എന്താണെന്നും ടേംസ് എന്താണെന്നും കോഎഫിഷ്യന്റ് എന്താണെന്നും ഡിഗ്രി എന്താണെന്നും അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വിധമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലെ? നമുക്ക് ഇന്നൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന്റെ എക്സസൈസ് ക്വസ്റ്റ്യനും പിന്നെ പ്രതീക്ഷിക്കാവുന്ന വേറെ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതുകൊണ്ടൊക്കെ എന്നെ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി.